എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് വെൽക്കം ടു മീനൂസ് മലയാളം വ്ലോഗ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ക്യാരറ്റ് പായസമാണ്. ഇന്ന് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നല്ല മധുരമുള്ള ഒരു റെസിപ്പി തന്നെ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് കൊണ്ടുള്ളൊരു പായസമാണ്. ക്യാരറ്റ് പായസത്തിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനൊരു 3 വലിയ ക്യാരറ്റ് ഈ വലിപ്പത്തിൽ മുറിച്ച് കുക്കറിൽ 2 വിസിലടിച്ചൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് പഞ്ചസാരയാണ്. പഞ്ചസാര ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാൻ. പിന്നെ പാൽപ്പൊടി വേണം. പാൽപ്പൊടി ഞാനിവിടെ ഒരു ചെറിയ കപ്പിന് ഒരു ചെറിയ ഗ്ലാസ്സാണ്, അതിന് ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഏലക്കൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചു എന്നേ ഉള്ളൂ. അത് നമുക്ക് ആവശ്യത്തിന് ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നെയ്യാണ്. നെയ്യ് ഒരു 2 ടീസ്പൂൺ നെയ്യ് എടുത്ത് വയ്ക്കുക, നമുക്ക് ആവശ്യം പോലെ ചേർക്കാം. പിന്നെ നട്ട്സാണ്. നട്ട്സ് ഞാൻ ക്യാഷ്നട്ടും ബദാമും ഒക്കെ കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെയ്യിൽ വരട്ടി വേണേൽ ചേർക്കാം, അല്ലാതെ നേരിട്ട് ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിപ്പം നെയ്യിലൊന്നും വരട്ടുന്നില്ല, ഇങ്ങനെ തന്നെയാണ് ലാസ്റ്റ് പായസത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1.5 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1.5 ലിറ്റർ പാല് ഞാനിവിടെ ഒരു ചെറിയ ഉരുളിയിൽ ആണ് ഇപ്പോൾ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ തരിയൊന്നുമില്ല നന്നായിട്ട് അരച്ചെടുക്കണം. പെട്ടെന്ന് അരഞ്ഞ് കിട്ടിക്കോളും, കാരണം നമ്മൾ നന്നായിട്ട് വേവിച്ചതാണല്ലോ. അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാല് തിളച്ചിട്ടാണ് ചേർക്കുന്നത്. അതിന് മുന്നേ നമുക്ക് മിൽക്ക് മെയ്ഡിന് വേണ്ടിയിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ചേർക്കുകയാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. 3 ഇൻഗ്രീഡിയൻസ് മതി, നമുക്ക് സുഖമായിട്ട് മിൽക്ക് മെയ്ഡിൻ്റെ അതേ ടേസ്റ്റിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ആ ചെറിയ കപ്പിന് 1 കപ്പ് പാൽപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ, 1.5 ടീസ്പൂണോളം നെയ്യ്, പിന്നെ ആവശ്യത്തിന് പാല്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടിച്ച പഞ്ചസാര, അതും ആ ചെറിയ കപ്പിന് 1 കപ്പ് പഞ്ചസാര. നമുക്ക് മിൽക്ക് മെയ്ഡ് എന്തിനാണോ ആവശ്യത്തിന് അതിനനുസരിച്ച് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ അധികം സൂക്ഷിച്ച് വയ്ക്കുകയൊന്നും വേണ്ട, അന്നേരത്തേക്കുള്ള നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിപ്പോൾ അത് മിക്സിയിൽ നന്നായിട്ട് ഇത് 3 കൂടി, നെയ്യും പാൽപ്പൊടിയും പൊടിച്ച പഞ്ചസാരയും അതൊന്ന് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടത് നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ സെയിം ടേസ്റ്റാണ്. നമുക്ക് കുറച്ച് പാലും കൂടി ചേർക്കുകയാണെങ്കിൽ ആ മിൽക്ക് മെയ്ഡിൻ്റെ അതേ രീതിയിൽ കുറച്ചും കൂടി ഇതൊന്ന് ലൂസായിട്ട് കിട്ടും. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് മിൽക്ക് മെയ്ഡ് ചേർത്തൊരു സാധനമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോയി വാങ്ങാനൊന്നും നിൽക്കണ്ട. ഇങ്ങനെ ചെയ്തെടുത്താൽ മിൽക്ക് മെയ്ഡിൻ്റെ സെയിം ടേസ്റ്റ് കിട്ടും. പാൽപ്പൊടി ചേർക്കുക, പൊടിച്ച പഞ്ചസാര, നെയ്യ്, പിന്നെ ആവശ്യത്തിന് പാല്, ഇത് 3 കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുക. അപ്പോൾ ഞാനൊരു ചെറിയ ഗ്ലാസ്സിന് ഒരു ചെറിയ കപ്പ് പോലെ ചെറിയൊരു ഗ്ലാസ്സാണ്, അതിനൊരു ഗ്ലാസ് പാൽപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അതിനുള്ളത് മിൽക്ക് മെയ്ഡ് നമ്മളിതാ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് നമ്മൾ ഈ പായസത്തിൽ ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ അരച്ചു വച്ചേക്കുന്ന ക്യാരറ്റ് ഈ പാലിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യുക. പാൽ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ക്യാരറ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് പാല് തിളച്ച് വരുമ്പോൾ ആ ക്യാരറ്റ് എല്ലാം അതിലങ്ങോട്ട് ചേർന്ന് നന്നായിട്ട് ഇതായിക്കോളും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചല്ലോ, ഇപ്പം മിക്സിയിൽ അരച്ചെടുത്ത ആ പാൽപ്പൊടിയും പഞ്ചസാരയും നെയ്യും പാലും കൂടി ചേർത്ത് അടിച്ചെടുത്തതാണ്. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് പാലും കൂടി ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കുക. ആ പാത്രത്തിലുള്ളതൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ഈസിയാണ്. നമുക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പായസമാണ്. ക്യാരറ്റിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ അതാ നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ഒന്നും കൂടി ഒന്ന് തിളച്ച് നമുക്കിതിലേക്ക് ആ നട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ ഓക്കെ. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതിൽ ഉണക്കമുന്തിരി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഉണക്കമുന്തിരി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളൊന്നും അത്ര താല്പര്യമില്ല, അവരത് പായസം കുടിക്കുന്ന ടൈമിൽ അതിൽ നിന്ന് എടുത്ത് കളയും. അതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. നട്ട്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. മുന്തിരിയൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നെയ്യിലൊന്ന് വഴറ്റി വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ പിന്നെ ഇനിയിപ്പോൾ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് പഞ്ചസാരയായിട്ട് ചേർത്ത്. അതൊരു പഞ്ചസാര ഏലക്കയും കൂടി ഒരു 2 ടീസ്പൂണോളം വരും, അത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഒരു 3-4 ഏലക്ക, ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് പൊടിച്ച് ചേർത്താൽ മതി. അപ്പോൾ അത് ഞാൻ നട്ട്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പായസം റെഡിയാണ്. ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്, പാലിൽ തന്നെ ഉണ്ടാക്കുക, എന്നാലേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഇതിൻ്റെ ശരിക്കുമുള്ളൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എൻ്റെ ഫ്രണ്ട് സൗമ്യയാണ് എനിക്കിതിൻ്റെ റെസിപ്പി തന്നെ. അപ്പോൾ സൗമ്യയ്ക്ക് വളരെ എന്താ പറയുക, ഒരുപാട് നന്ദി ഇത്രയും നല്ലൊരു റെസിപ്പി പറഞ്ഞു തന്നതിന്. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ സന്തോഷം. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതാ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം മുകളിൽ. അപ്പോൾ അതാ നമ്മുടെ പായസം റെഡിയാണ്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. അതല്ല ഫ്രിഡ്ജിൽ വയ്ക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ ചൂടോടുകൂടി കുടിക്കാം. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടി ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.